സാധാരണ പഴയ ആൾക്കാർ വരുമ്പോൾ ഭയങ്കര സന്തോഷം നിറഞ്ഞ അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരിക്കും നമുക്ക് കാണാൻ പറ്റിയത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് നമുക്ക് അതാണോ കാണാൻ പറ്റിയത്? ഇന്ന് അവിടെ മൊത്തം നടക്കുന്നത് എന്താ? കുത്തിത്തിരിപ്പ്, അടിയുണ്ടാക്കല്, ബഹളം, കരച്ചില്, അടി, പിടി, ബഹളം, ഇത് മാത്രമാണ് നടക്കുന്നത്. ഇവരുടെ എല്ലാം ഉദ്ദേശം ആകെ ഒരൊറ്റ ഉദ്ദേശമാണ്. ഇവരെല്ലാം വളരെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വളരെ നന്നായിട്ട് പഠിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഓരോരുത്തരും, അവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാരും റീ എൻട്രി ചെയ്തേക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ്. അതായത് അനുമോളെ തകർക്കുക. അനുമോളെ ഒരു കാരണവശാലും ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആക്കാൻ ഇവരാരും സമ്മതിക്കത്തില്ല. കാരണം ഇവരെല്ലാവരും പുറത്തു പോയതിനു ശേഷം ഓരോ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോഴത്തേക്കാണെങ്കിലും വെളിയിൽ നിന്ന് ഇവരുടെ സോഷ്യൽ മീഡിയ വഴിയായിട്ടാണെങ്കിലും എല്ലാവർക്കും ശത്രുത അനുമോളാണ്. ഇവർക്ക് അതിനുള്ള ടൂൾ എന്ന് പറയുന്നത് PR. ഇതിന് യൂസ് ചെയ്തുകൊണ്ട് മാക്സിമം അനുമോളെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ്. അതിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ബ്രില്യൻ്റ് ആയിട്ട് പഠിച്ചു വന്ന രണ്ടുപേരാണ് ശൈത്യയും ബിൻസിയും, RJ ബിൻസിയും. ഇവര് രണ്ടുപേരുമാണ് ഇന്ന് നല്ല ബ്രില്യൻ്റ് ആയിട്ട് അനുമോൾക്കെതിരെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ അനീഷിനെ പണിയാനായിട്ടാണ് നമ്മുടെ മുൻഷി രഞ്ജിത്ത് എന്ന് വന്നിരിക്കുന്നത്. എന്ത് തെണ്ടി വർത്തമാനമാണ് അയാൾ പറയുന്നത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായിട്ടില്ല. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. ആദ്യം നമുക്ക് ശൈത്യയെ പറ്റി പറയാം. ശൈത്യ പറയുന്നത് അനുമോൾക്ക് മൊത്തം PR ആണ്. അനുമോള് വെളിയിൽ അനുമോളുടെ PR ശൈത്യ ഒരു കാരണവശാലും ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. മൊത്തത്തിൽ അവൾക്ക് ഇട്ടേക്കുന്ന പേരെന്ന് പറയുന്ന കട്ടപ്പയാണ്, അതല്ലെങ്കിൽ പാമ്പാണ്, താൻ വിഷമാണ് എന്നാണ് PR മൊത്തം പരത്തി നടക്കുന്നതെന്നാണ് ശൈത്യ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ശൈത്യ പണ്ട് നിന്നപ്പം അനുമോളുടെ കൂടെ നിന്ന് അനുമോളെ കുത്തിയാളാണ്, ബാക്കിൽ നിന്ന് കുത്തിയാളാണ്. അത് PR കൊടുത്ത പേരല്ല, നമ്മൾ ഓരോരുത്തരും നൽകിയ പേരാണ് ശൈത്യ കട്ടപ്പയാണെന്നുള്ള കാര്യം അല്ലേ? നിങ്ങൾ ഓരോരുത്തരും കണ്ടതാണ്, ബാക്കിൽ നിന്ന് അനുമോളെ കുത്തിയത്. അതുകൊണ്ടാണ് ശൈത്യക്ക് ആ ഒരു പേര് കിട്ടിയത്. ശൈത്യയുടെ സ്വഭാവം കൊണ്ടാണ് ആൾക്കാർ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് വളഞ്ഞിട്ട് ആക്രമിച്ചത്, അല്ലാതെ ശൈത്യയുടെ നല്ല ഗുണം കൊണ്ടിട്ടല്ല. ആണോ അല്ലയോ? എത്രയോ നല്ല കണ്ടസ്റ്റൻസ് ഔട്ടായി. ആരെങ്കിലും വെളി നിർത്തി, ഇപ്പൊ ആരിനാണെങ്കിലും ഇറങ്ങി വെളിയിൽ പോയല്ലോ. ജിസൈലിന് എന്തുമാത്രം അനുമോൾ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ജിസൈലിനെയാണ്. ജിസൈൽ വെളിയിൽ ഇറങ്ങിയതിന് ശേഷം ഒരു ഹെയ്റ്റ് അല്ലെങ്കിൽ ആരുടെ ഭാഗത്തെങ്കിലും ഒരു തെറിവിളി, ഒരു വെറുപ്പോ ജിസൈലിനുണ്ടോ? ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് ജിസൈലിന്റെ ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ്. പക്ഷെ അനുമോളും ജിസൈലും തമ്മിൽ എന്തു ബന്ധമായിരുന്നു അകത്ത് നടന്നത്? ഫുൾ അടിയല്ലായിരുന്നു. നിന്ന് അന്ന് മുതൽ അവസാനം വരെ ജിസൈൽ ഔട്ടാകുന്ന വരെ ഇവർ തമ്മിൽ അടിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ജിസൈലിനെ അല്ലേ ഏറ്റവും കൂടുതൽ, അനുമോളിന് ഈ പറയുന്ന PR ഉണ്ടെങ്കിൽ ജിസൈലിനല്ലേ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കേണ്ടത്? ജിസൈലിന് വല്ല രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് വർത്തമാനം സോഷ്യൽ മീഡിയന്നോ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. ഫുൾ സപ്പോർട്ട് മാത്രമാണ് ജിസൈലിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇവരൊക്കെ എന്ത് വൃത്തികെട്ട വർത്തമാനമാണ് വിളിച്ചു പറയുന്നത്? എന്നെ പാമ്പ്, എന്നെ വിഷമാക്കുന്നു, നിന്റെ PR എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, എനിക്ക് ഒരു രീതിയിലും വെളിയിൽ ഇറങ്ങി നടക്കാൻ ജീവിക്കാൻ വയ്യ. ശൈത്യയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എടുത്ത് നോക്കുക, എന്ത് സന്തോഷമായിട്ട് എന്ത് അടിപൊളിയായിട്ടാണ് പുതിയ യൂട്യൂബ് ചാനൽ വരെ തുടങ്ങി അടിപൊളിയായിട്ടാണ് ജീവിക്കുന്ന ശൈത്യ. എന്നിട്ടാണ് ഈ പച്ച നുണ പറഞ്ഞ് അവിടെ കിടന്ന് കരഞ്ഞു മെഴുകുന്നു. ഇതിന്റെ ക്ലിയർ ഉദ്ദേശം എന്താണ്? മറ്റു ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു കാരണവശാലും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ എയിം മാത്രമേ ശൈത്യക്ക് അവിടെ ഉള്ളൂ എന്നുള്ളത് വ്യക്തമാണ്. അടുത്തത് ബിൻസിയും ചെയ്യുന്നത് സെയിം കുത്തിത്തിരിപ്പ് തന്നെ. നമ്മുടെ അപ്പാനി ശരത്തിന്റെ മാറ്റർ എടുത്തിട്ട് എനിക്ക് വെളിയിൽ നിന്റെ PR വർക്ക് കാരണം എനിക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു, എനിക്ക് വെളിയിൽ ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇതേ രീതി തന്നെയാണ് RJ ബിൻസിയുടെയും നേരെ ഓപ്പോസിറ്റ്. RJ ബിൻസിയും വെളിയിൽ ഇറങ്ങിയിട്ട് ഏറ്റവും ബെസ്റ്റ് ലൈഫാണ് RJ ബിൻസിയും കാഴ്ചവെക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും അസൂയാണ് അനുമോളോട്. കൃത്യമായിട്ട് ഇവരെല്ലാവരും പുറത്തായി, ഇവർക്ക് നല്ല രീതിയിൽ അവിടെ നിൽക്കാൻ പറ്റില്ല. അതെല്ലാം ഇവരുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ്, ഇവരുടെ ക്യാരക്ടർ കൊണ്ടാണ് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തത്. ഇവർക്ക് സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ട്, ഇവരുടെ വ്യക്തിത്വം കൊണ്ടാണ് ഇവർക്ക് സപ്പോർട്ട് കിട്ടാതിരുന്നത്. പക്ഷേ ഇവര് വെളിയിൽ ഇറങ്ങി നോക്കുമ്പോൾ അനു നന്നായി പെർഫോം ചെയ്യുന്നു, അനു നന്നായിട്ട് ഗെയിം കളിക്കുന്നു, അനുവിന് നല്ല സപ്പോർട്ട് കിട്ടുന്നു. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും കൃത്യമായ അസൂയാണ് ഇതിന്റെ ബാക്കിലുള്ളത്, ഒരു ഡൗട്ടും വേണ്ട. പക്ഷെ സത്യം പറഞ്ഞാൽ അനുവിന് സമ്മതിക്കണം കേട്ടോ, ഇത്രയും ഇതും അറ്റാക്കും ഈ 94-ാം ദിവസവും നേരിട്ടും അവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതിനുണ്ടല്ലോ, അനുവിനെ സമ്മതിക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ വോട്ടും ഇവരുടെ മാനിപ്പുലേഷന് വീഴാതെ കൃത്യമായി നിങ്ങൾക്ക് അനുമോളാണ് നല്ല വോട്ട്, നല്ല മത്സരാർത്ഥി എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായും അനുമോൾക്ക് തന്നെ വോട്ട് ചെയ്യണം. അതല്ലാതെ വേറൊരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളുടെ വിവേചന അധികാരത്തിലായിരിക്കണം. അല്ലാതെ ഇവരുടെ മാനിപ്പുലേഷന് ഒരു കാരണവശാലും വീണു പോകരുത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് നമ്മുടെ മുൻഷി രഞ്ജിത്ത്, പുള്ളിക്കാരൻ വന്നപ്പം അനീഷ് വളരെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഈ വെളിയിൽ നിന്ന് വരുന്നവരെ ഓരോരുത്തരെയും അനുമോൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഓടിപ്പോയി കെട്ടിപ്പിടിച്ച്
ഭയങ്കര ആ വീട്ടിലുള്ളതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് വീട്ടുകാരെ വെളിയിൽ നിന്ന് വരുന്നവർ എക്സൈറ്റ്മെന്റോടുകൂടി കാണാൻ നിൽക്കുന്നത് അനുമോളാണ്. ഈ വെളിയിൽ പോയിട്ട് ഇവരെല്ലാം പറയുന്നത് അനുമോള് കേട്ടാലുണ്ടോ ഭയങ്കര വിഷമം തോന്നി. എന്ത് ഇന്നസെന്റ് ആയിട്ടാണ് ഇവരെല്ലാം പോയി അനുമോള് ഇൻവൈറ്റ് ചെയ്യുന്നത്, വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. അവര് വരുന്ന പാട്ട് കേൾക്കുമ്പോൾ തന്നെ ചാടി ഇറങ്ങി വീഴുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കണ്ടസ്റ്റൻസ് എല്ലാം ഇത് കഴിഞ്ഞിട്ട് പോയി ഒന്ന് തിരിച്ചു പോയിരുന്ന് വീട്ടിൽ നിന്ന് കാണണം അനുമോൾ എങ്ങനെയാണ് ഇവർ ഇൻവൈറ്റ് ചെയ്യുന്നത്, എന്നിട്ട് ഇവരെന്താണ് അനുമോളെ പറ്റി വെളിയിൽ പറയുന്നത് എന്നുള്ളത് ഇവരെല്ലാവരും പോയിരുന്നൊന്ന് കാണണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇനി ബാക്ക് ടു മുൻഷി രഞ്ജിത്ത് എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ അനീഷ് സെയിം പ്രവൃത്തിയാണ്, വളരെ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നു. ആദ്യം അനുമോളുടെ matrimony.com അല്ല ബിഗ് ബോസ് matrimony.com തുടങ്ങിയിട്ടുണ്ടോ, അതൊക്കെ വളരെ ഫണ്ണായിട്ട് എൻജോയ് ചെയ്താണ് അനീഷും എടുത്തത്. പക്ഷേ മുൻഷി രഞ്ജിത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊക്കാൻ നോക്കിയതാണ്, നല്ല രീതിയിൽ ഊക്കാൻ നോക്കിയതാണ്. പക്ഷേ അനീഷിന് അത് ആദ്യം മനസ്സിലായില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മുൻഷി രഞ്ജിത്ത് പറയുന്നുണ്ടായിരുന്നു, ഇത് നിന്റെ ഗെയിമാണോ, ഇത് നിന്റെ സ്ട്രാറ്റജി ആണോ. അത് പറഞ്ഞതിന് ശേഷമാണ് അനീഷിന് ഇത് മനസ്സിലായത്, സംഭവം ഇങ്ങനെ സ്ട്രാറ്റജി ആണെന്നും ഇതിങ്ങനെ പുറത്തേക്ക് എത്തിക്കാനാണ് പുള്ളിക്കാരെ ശ്രമിക്കുന്നതെന്നും മനസ്സിലായി. അതിന് നല്ല കൃത്യമായ മറുപടിയാണ് നമ്മൾ അനീഷ് കൊടുത്തത്. പ്രണയം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ്, അതെവിടെ എപ്പോഴാണ് പറയേണ്ടത് എന്നൊക്കെ ഉള്ള അവരവരുടെ ഡിസ്ക്രിപ്ഷനാണ്. അത് വെച്ചിട്ട് പറഞ്ഞതാണ്, എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു. അതിന് അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതിനിപ്പോൾ എന്താണ് തെറ്റ് തോന്നുന്നത്, ഇവൻ ലാലേട്ടൻ വരെ അത് പറഞ്ഞതല്ലേ, അതിനിപ്പോൾ എന്താണ് തെറ്റ് തോന്നുന്നത്. അനുമോളൊരു വെക്ക് ചെയ്തു. ഇന്ന് കൃത്യമായിട്ട് ഇത്രയും ദിവസം എനിക്ക് അനുമോളൊരു പ്രശ്നം എന്ന് പറയുന്നത്, അനുമോള് കൃത്യമായി അനീഷിനോട് മറുപടി പറയുന്നില്ല. ഇന്ന് കൃത്യമായി അനുമോള് അനീഷിനോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടൻ എൻ്റെ സ്വന്തം ബ്രദറിനെ പോലെയാണ് കാണുന്നത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ മാറ്റർ അവിടെ ക്ലോസ്ഡ് ആയിട്ടുണ്ട്. ഇത്രയും ദിവസം ആ ഒരു വ്യക്തതയോട് കൂടിയുള്ള മറുപടി അനുമോള് ഇല്ല എന്നുള്ള പറയുന്നുണ്ട്, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. പക്ഷെ ഇന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചേട്ടനായിട്ട് തന്നെയാണ് കാണുന്നതെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ അപ്പാരി ശരത്തും അക്ബറും കൂടി ചോദിക്കുന്നുണ്ട്, വെളിയിലിറങ്ങിയാലും ചേട്ടനെ കണക്ക് തന്നെ ആയിരിക്കും കാണുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ ചേട്ടനല്ല പിന്നെ ബ്രദറിനെ പിന്നെ അച്ഛനായിട്ട് കാണാൻ പറ്റുമോ എന്ന് നല്ല അടിപൊളി മറുപടിയും കൊടുക്കുന്നുണ്ട്. സോ മുൻഷി രഞ്ജിത്ത് ചെയ്തത് വളരെ തെണ്ടിത്തരമാണ്. മുൻഷി രഞ്ജിത്ത് നല്ല രീതിയിലുള്ള മറുപടി നമ്മുടെ അനീഷ് കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് മുൻഷി രഞ്ജിത്ത് അവിടെ എന്ത് കോപ്രായ അനുവിനെ കൊണ്ട് സാരി ഉടുപ്പിക്കാൻ നോക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. വളരെ പ്രഹസനമായിട്ട് തോന്നി. ഇയാൾ പുള്ളിക്കാരൻ എന്താണ് ഫസ്റ്റ് വീക്ക് ഔട്ടായി എന്നുള്ളതിന്റെ കാര്യം കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഇന്ന് മനസ്സിലാവുകയും ചെയ്തു. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ഈ കണ്ടസ്റ്റൻസ് എല്ലാം അവിടെ എത്തേണ്ടത് സ്വാഭാവികമായിട്ടും ഈ ഇപ്പൊ നിലവിലുള്ള ഫൈനൽ 6 അല്ലെങ്കിൽ ഫൈനൽ 7 കണ്ടസ്റ്റൻസിന് കോൺഫിഡൻസ് നൽകാനാണ്, ആത്മവിശ്വാസം നൽകാനാണ്. അല്ലാതെ ആത്മവിശ്വാസം കുറയ്ക്കാനല്ല ഇവരെല്ലാവരും ബിഗ് ബോസ് പറഞ്ഞു വിട്ടേക്കുന്നത്. പക്ഷെ ഇവർ നേരെ ചെയ്യുന്നത് ബാക്കിയുള്ളവരോടൊന്നും അല്ല, അനുമോളോട് ചെയ്യുന്നത് ഭയങ്കര വൈരാഗ്യം തീർക്കുകയാണ്. എല്ലാവരും ടോർച്ചർ ചെയ്യാണ്. നാളെ അടുത്ത ടീം വരാനിരിക്കുന്നേ ഉള്ളൂ. ഇവരുടെയും കൂടെ ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് അനു എങ്ങനെ സർവൈവ് ചെയ്യുമെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞ് നല്ല കൺസേൺ ഉണ്ട്. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം.